സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണി. ഭഗവാന്റെ 190ാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഭഗവാന്റെ ഉപദേശാമൃതത്തെ കാവ്യരൂപത്തിൽ രചിച്ച മഹാകവി കുട്ടമത്ത് എന്ന കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എന്ന വലിയൊരു മഹാഭക്തനെക്കുറിച്ചും അതിനോടൊപ്പം ആ കാലഘട്ടം എങ്ങനെയാണ് കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും വേരോടിയതും, ഇത് രണ്ടും ചേർത്ത് പറയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുക. ഇവിടെ ഇരുന്ന് ഇത് പറയുമ്പോൾ ഏതാണ്ട് 25ാമത്തെ വർഷമാണ് ശ്രീരാമകൃഷ്ണ ഗീതയെക്കുറിച്ച് സംസാരിക്കുന്നത്. 2005 ഗോലോകാനന്ദജി മഹാരാജ് എൻ്റെ കയ്യിലൊരു ദ്രവിച്ച പുസ്തകം എടുത്തു തന്നു. അതിൻ്റെ പേജുകളൊന്നും അധികമില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ശ്രീരാമകൃഷ്ണ ഗീത, ഇത് പഠിക്കണം എന്നെന്നോട് ആവശ്യപ്പെട്ടു. 2004 ഇതെന്നോട് ആവശ്യപ്പെട്ടു. ഞാനതിൻ്റെ ആ പേജ് മറിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ശ്രീരാമകൃഷ്ണ ഗീത ആദ്യമായി 1932 പ്രസിദ്ധീകരിക്കുന്നത് തിരുവല്ല ആശ്രമത്തിൽ നിന്നാണ്. ഞാനൊരു തിരുവല്ലക്കാരനായതുകൊണ്ട് തീർച്ചയായും അതെൻ്റെ കടമയാണ് ആ പുസ്തകത്തെ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് അറിയിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഗോലാനന്ദജി മഹാരാജ് അത് എന്നെ ആ നിയോഗം ഏൽപ്പിച്ചതും. അങ്ങനെ 2005 ആദ്യമായിട്ട് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഇതേപോലെ ഒരു ശ്രീരാമകൃഷ്ണ ജയന്തിക്കാണ് ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ ഗീതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് തിരുവല്ല ആശ്രമത്തിൽ ഗോലോകാനന്ദജി മഹാരാജ് അതിൻ്റെ അധ്യക്ഷനായി വന്നപ്പോൾ തിരുവല്ലയിൽ വെച്ച് വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2015 ഇതേ ശ്രീരാമകൃഷ്ണ ഗീതയെക്കുറിച്ച് സംസാരിക്കുകയും അന്നും ഈ ദ്രവിച്ച പുസ്തകമാണ് കയ്യിലുള്ളത്. ലോകത്താകെ ആ ദ്രവിച്ച പുസ്തകം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം 1932 ശ്രീരാമകൃഷ്ണ ഗീത തിരുവല്ല ആശ്രമത്തിൽ നിന്ന് നിരഞ്ജനാനന്ദ സ്വാമി പ്രസിദ്ധീകരിക്കുമ്പോൾ അത് പിന്നീട് മഹാകവി കുട്ടമത്തിൻ്റെ എല്ലാ കൃതികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി മഹാകവി കുട്ടമത്തിൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് 600-700 പേജ് വരുന്ന ഒരു വലിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയ ഒരേ ഒരു കാവ്യം ശ്രീരാമകൃഷ്ണ ഗീതയായി. അതായിരുന്നു അതിൻ്റെ വൈചിത്ര്യം എന്ന് പറയുന്നത്. ഇതായിരുന്നു ഗോലോകാനന്ദ സ്വാമിയെ സംബന്ധിച്ച് വലിയ ദുഃഖം ഉണ്ടാക്കിയത്. കാര്യം കുട്ടമത്തിൻ്റെ മുഴുവൻ കൃതികളും അടിസ്ഥാനപ്പെടുത്തി വരുന്നത് ശ്രീരാമകൃഷ്ണ ഭക്തിയിൽ നിന്നുണ്ടായത്. ശ്രീരാമകൃഷ്ണ ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുട്ടമത്ത് ഇതെല്ലാം എഴുതിയത്. അതിന് ആധാരമായത് ബ്രഹ്മാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ ഉപദേശം രചിച്ചപ്പോൾ അത് കാവ്യരൂപത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് കുട്ടമത്താണ്. ആ പ്രമുഖ കൃതിയെയാണ് കേരള സാഹിത്യ അക്കാദമി അതിന് പ്രാധാന്യമില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വൈപുല്യത്തെ ഓർത്തോ ആയിരിക്കാം അത് ഒഴിവാക്കി. അങ്ങനെയാണ് കുട്ടമത്തിൻ്റെ തെരഞ്ഞെടുത്ത കൃതികൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഗോലോകാനന്ദ സ്വാമി അത് നേരിട്ട്, നിരഞ്ജനാനന്ദ സ്വാമി ഇത് 1932 ഇത് പ്രസിദ്ധീകരിച്ചത് കോപ്പിയും ഏതാണ്ട് നാമാവിശേഷമായി. അതിൽ നിന്ന് കിട്ടിയ ഒരു കോപ്പിയിൽ നിന്ന് കുന്നംകുളത്തെ ഏത്തോസ് പ്രസ്സുകാരെ സമീപിച്ചുകൊണ്ട് ഗോലോകാനന്ദ സ്വാമി നമ്മുടെ ഈ പുസ്തകത്തെ ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ രണ്ടാമത്
95 ഇത് രണ്ടാമത് പ്രസിദ്ധീകരിക്കുന്നു. പിന്നീട് അതും ദ്രവിച്ച് ഇല്ലാതായി ഏക പുസ്തകമായിട്ട് അവശേഷിച്ചപ്പോൾ 2005 ഇത് എന്നോട് പഠിക്കാൻ പറയുന്നു. 2015 തിരുവല്ലയിൽ വെച്ച് ഇത് രണ്ടാമത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗോലവാൻ സ്വാമി പറഞ്ഞു, ഞാനൊരു പത്രപ്രവർത്തനത്തിന് താല്പര്യമുള്ള ആളും ആ ജോലി ചെയ്യുന്ന ആളുമായതുകൊണ്ട് എന്നോട് പറഞ്ഞത് രണ്ടാമത് പ്രസിദ്ധീകരിക്കണം എന്നോട് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ എനിക്കതപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല. പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. അങ്ങനെ 2015 കഴിഞ്ഞ് 2024 വള്ളിക്കോട് ആശ്രമം നമ്മുടെ രാമകൃഷ്ണ മിഷൻ ഏറ്റെടുത്തപ്പോൾ അവിടെ ഇത് പ്രസംഗിക്കാൻ വീണ്ടും ഒരവസരം വരിക. അവിടെ ഇത് പ്രസംഗിച്ച സമയത്താണ് ഞാൻ ഇതേ കഥ, ഇതിൻ്റെ ചരിത്രം, ഈ ശ്രീരാമകൃഷ്ണ ഗീതയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സദസ്സിലിരുന്ന വളരെ പ്രായം ചെയ്യുന്ന ഒരു ഭക്തൻ, എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഇനി പ്രിന്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഞാൻ പറഞ്ഞു, എനിക്കത് കൃത്യമായി അറിയില്ല. കുഴപ്പമില്ല, ഞാനൊരു ബ്ലാങ്ക് ചെക്ക് ഇപ്പോഴേ തരുന്നു, ഇതിനെന്ത് ചെലവ് വരുന്നോ അത് മുഴുവൻ എഴുതിയെടുക്കാം, അതിൻ്റെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കുന്നു. അങ്ങനെയാണ് ഈ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 2024 ഈ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രഹ്മാനന്ദ സ്വാമി എഴുതിയ ശ്രീരാമകൃഷ്ണ ഉപദേശങ്ങളുടെ സംഗ്രഹത്തെ മലയാള കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചു എന്നതിനുപരി മലയാളികളായ നമ്മൾ ഇത് ഏറ്റുവാങ്ങുന്നത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മളോടൊപ്പം വരുമ്പോഴാണ്. ശ്രീരാമകൃഷ്ണ കൃതികൾ വായിക്കുകയും സ്വാമി വിവേകാനന്ദൻ്റെ കൃതികൾ വായിക്കുകയും ചെയ്യുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ വേരോട്ടത്തെക്കുറിച്ച് പൂർണ്ണ ബോധം വരുമ്പോഴാണ് നമ്മളതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേര്, ഒട്ടനേകം പേരിൽ ഒരു മഹാകവിയാണ് മഹാകവി കുട്ടമത്ത്. യഥാർത്ഥത്തിൽ കവിത്രയം എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് വള്ളത്തോൾ, ഉള്ളൂര്, ആശാൻ, ഇങ്ങനെ 3 പേരെയാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും ഒരു വലിയ തമാശ എന്തെന്ന് പറഞ്ഞാൽ, ഈ വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ 3 കവിത്രയങ്ങൾക്കൊപ്പം സമകാലീനായിരുന്നു കുട്ടമത്തും കൂടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആശാനാണ് ഈ കവിത്രയത്തിൽ ഏറ്റവും മൂത്ത ആൾ. 1873 ആശാൻ ജനിക്കുന്നത്. 1877 ഉള്ളൂർ ജനിക്കുന്നത്. 1879 വള്ളത്തോൾ ജനിക്കുന്നത്. 1880 കുട്ടമത്ത് ജനിക്കുന്നത്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ കാലം ആരംഭിക്കുന്ന കാലഘട്ടം. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് ദക്ഷിണേശ്വരത്തെ ഈ പൂജാരി എന്നുള്ള പേരിൽ മഹാവ്യക്തിത്വം അവിടെ ജീവിക്കുന്നു എന്ന് കേശവചന്ദ്രസേനൻ 1875 ആദ്യത്തെ ദർശനത്തിന് ശേഷം ഇന്ത്യ മിറർ തുടങ്ങിയ പത്രങ്ങളിലൂടെ, സുലഭ സമാജ തുടങ്ങിയ ബംഗാളി പത്രങ്ങളിലൂടെ 1875 മുതൽ എഴുതി. ആ 1880 5 വർഷത്തിനിടയിലാണ് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതലുള്ള ആഭിമുഖ്യം ബംഗാളി ജനതയ്ക്കുണ്ടാകുന്നത്. ആ 5 വർഷമാണ്. അതിനുശേഷമാണ് ഈ അന്തരംഗ ശിഷ്യന്മാരുൾപ്പെടെയുള്ളവർ വന്നു ചേരുന്നു. ഭൂരിഭാഗം ഗൃഹസ്ഥ ശിഷ്യന്മാരും വന്നു ചേരും. രാമചന്ദ്ര ദത്തയെ പോലുള്ളവർ, മനോമോഹൻ മിത്രയെ പോലുള്ളവർ, സുരേന്ദ്രനാഥ മിത്രയെ പോലുള്ളവർ, അവരാണ് 3 പേർ ആദ്യം വന്നവർ. ആ 3 പേർ കടന്നു വരുന്നു. അതിനുശേഷം അന്തരംഗ ശിഷ്യന്മാരായി മാറിയ നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, രാഖാൽ ഉൾപ്പെടെയുള്ളവർ കടന്നു വരും. ഇത്രയും ആ കാലഘട്ടത്തിൽ ജനിച്ച ഒരാൾ കൂടിയാണ് സ്വാമിജി. ഇവിടെ വരുമ്പോൾ, ഏകദേശം കേരളത്തിൽ വരുമ്പോൾ, കുട്ടമത്തിന് 1880 ജനിച്ചതെങ്കിൽ സ്വാമിജി ഇവിടെ വരുമ്പോൾ 1893 ചിക്കാഗോ പ്രസംഗം നടക്കുന്നു. 92 സ്വാമിജി തിരുവനന്തപുരത്ത് വരും.
സ്വാമിജി തിരുവനന്തപുരത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാമിജിയെ സ്വീകരിച്ച കൂട്ടത്തിൽ രാമയ്യൻ എന്ന് പറയുന്ന അന്നത്തെ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ആ കൊട്ടാരത്തിലെ ട്യൂഷൻ ടീച്ചർ, ആ രാമയ്യർ സ്വാമിജിയെ സ്വീകരിച്ച് മൂലം തിരുനാളിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാമിജിയെ യഥാർത്ഥത്തിൽ അന്ന് കേരളത്തിലുള്ളവർക്ക് അറിയാനുള്ള സാധ്യതയില്ല. പ്രൊഫസർ സുന്ദരരാമയ്യർ മുഴുവൻ പേര്. ഇപ്പോൾ സ്വാമിജിയെ മൂലം തിരുനാളിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാമിജിയെ തിരിച്ചറിയാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കുകയും അങ്ങേയറ്റം വലിയ ആദരവോടുകൂടി ബംഗാളിൽ നിന്ന് വന്ന സ്വാമിയെ സ്വീകരിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് സ്വാമിജിക്ക് മനസ്സിലായത് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഇവരിലൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അവർ സ്വീകരിച്ചത് അന്ന് ഈ തിരുവനന്തപുരത്തുള്ള എല്ലാവരും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അന്നത്തെ പ്രമുഖരായ ആളുകൾ അറിയപ്പെടുന്നത് കേശവചന്ദ്രസേനെയാണ്. കേശവചന്ദ്രസേനന്റെ നാട്ടിൽ നിന്നൊരു സന്യാസി വന്നു എന്ന് മാത്രമേ അറിയാവൂ. ഇത് പിന്നീടാണ് സ്വാമിജിക്ക് മനസ്സിലായത്, ഈ സംസാരങ്ങൾക്കിടയിലാണ്. അപ്പോൾ സ്വാമിജി അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേശവചന്ദ്രസേനന്റെ കാര്യം ശരിയാണ്, പക്ഷെ അതിനേക്കാൾ 1000 ഇരട്ടി പ്രഭാജ്യോതിസ്സോടുകൂടി വിളങ്ങുന്ന ഒരു മഹാഗുരുവിൻ്റെ ശിഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് സ്വാമിജി ആദ്യമായിട്ട് കേരളത്തിൽ ഠാക്കൂറിനെ പരിചയപ്പെടുത്തുന്നത്. അവിടെയാണ് നമ്മുടെ കേരള ചരിത്രം ആരംഭിക്കുന്നത് ശരിയായ രീതിയിൽ. കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അറിവും ചരിത്രവും ആരംഭിക്കുന്ന അവിടെ. പിന്നീട് 1904 രാമകൃഷ്ണൻ സ്വാമികൾ മദ്രാസിൽ നിന്ന് ഇവിടെ വരുന്നത്. 1904 വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് തുടർന്ന് ശ്രീരാമകൃഷ്ണ സൊസൈറ്റി പോലുള്ള സംഘങ്ങൾ, ശ്രീരാമകൃഷ്ണ സംഘം രൂപീകരിക്കണമെന്നുള്ള ആശയങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് മദ്രാസിലേക്ക് പോയി. അന്ന് തിരുവിതാംകൂർ, നമ്മൾ അങ്ങനെയല്ലേ, അന്ന് കേരളം എന്ന് പറയാൻ പറ്റില്ല, തിരുവിതാംകൂർ. അന്ന് തിരുവിതാംകൂറിൻ്റെ ഒരു പ്രശ്നം, ഇവിടെ ഉപരി പഠനത്തിനോ അല്ലെങ്കിൽ കൂടുതൽ കോളേജ് പഠനത്തിനോ പോകാനുള്ള സൗകര്യങ്ങളില്ല, കൂടുതൽ പേർക്ക് പോകാനുള്ള സൗകര്യങ്ങളില്ല. സ്വാഭാവികമായി അന്ന് കൊച്ചിയിലുള്ളവരായാലും തിരുവിതാംകൂറിലുള്ളവരായാലും, മലബാർ പിന്നെ പറയേണ്ട, അവർ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലുള്ളവരാണ്. ഇവരെല്ലാം മദ്രാസിനെയാണ് ആശ്രയിക്കുന്നത് പഠിക്കാനായിട്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ഹരിപ്പാട്ട് നിന്നും തിരുവല്ലയിൽ നിന്നും പോയ കുറച്ച് ചെറുപ്പക്കാർ രാമകൃഷ്ണൻ സ്വാമി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നുള്ള പരിചയം വെച്ചിട്ട് മദ്രാസിൽ രാമകൃഷ്ണൻ സ്വാമി ആശ്രമത്തിൽ പോയി കാണുകയും അവിടെ എല്ലാ ഞായറാഴ്ച നടക്കുന്ന രവിവാര പാഠശാലയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് 1910 മുമ്പുള്ള 1904 രാമകൃഷ്ണൻ സ്വാമി ഇവിടെ വരികയും 1910 മുമ്പുള്ള ഒരു സംഭവമാണ് ഇത്രയും. ഈ 1910 ശേഷം ഈ കുട്ടികൾ പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ പഠിച്ച ആ മദ്രാസിൽ പഠിച്ചിരുന്ന ആ രവിവാര പാഠശാലയുടെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇവിടെ ആളുകൾക്കിടയിൽ അതിന് പ്രചാരം കൊടുക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഓർക്കണം, അപ്പോഴൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചോ ശ്രീരാമകൃഷ്ണ ഭഗവാനെക്കുറിച്ചോ അറിയാനുള്ള യാതൊരു ലിറ്ററേച്ചറും അന്ന് കേരളത്തിൽ നിലവിലില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. അന്ന് അതറിയാൻ പൊതുസമൂഹത്തിന് വായിച്ച് മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് കിട്ടുന്ന പോലെ വചനാമൃതമോ ലീലാമൃതമോ ഇന്ന് അനേകം പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷെ അന്ന് ഇതറിയാനുള്ള ഒരു മാർഗം പോലുമില്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം വാമൊഴിയായി ഇവർ പറഞ്ഞാണ് ആ മദ്രാസിലെ രവിവാര പാഠശാലയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ വന്ന് ഈ ജനങ്ങളെ ബോധവൽക്കരിച്ചാണ് ഇവിടെ ഈ രവിവാര പാഠശാലയും ശ്രീരാമകൃഷ്ണ സംഘവും ഉണ്ടാക്കുന്നത്. 1910 മുതലായിരുന്നു അത്. 11 ആയപ്പോൾ ഒരു വർഷം വാർഷികമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ ശ്രീരാമകൃഷ്ണ എല്ലാം 3 സ്ഥാപിക്കപ്പെട്ടു, 2 സ്ഥാപിക്കപ്പെട്ടുള്ള, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് ഹരിപ്പാടുമാണ്. തിരുവല്ല അതിൻ്റെ ഒരു പിൻബലം പറ്റി തിരുവല്ലയും കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ശക്തമല്ല തിരുവല്ലയിൽ, എന്നാലും ഇത് നടക്കുന്നുണ്ടായിരുന്നു, ഈ സത്സംഗം നടക്കുന്നുണ്ടായിരുന്നു. തിരുവല്ലയിലെ സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു തമാശ, തിരുവല്ലയിൽ ഈ സത്സംഗം വിളിച്ചു കൂട്ടിയപ്പോൾ കൂടാൻ ആളില്ലായിരുന്നു.
അന്ന് അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണറായിരുന്ന അദ്ദേഹമായിരുന്നു ഒരു ഓർഡർ ഇറക്കി. ഇപ്പോൾ മുനിസിപ്പ് ഓർഡർ ഇറക്കിയാൽ അത് ഓർഡറാണ്. കൃത്യമായി എല്ലാ ഞായറാഴ്ചയും കോടതിയിലെ എല്ലാ ജീവനക്കാരും ഇന്ന സ്ഥലത്ത് സമ്മേളിച്ചിരിക്കണം. ഓർഡറാണ്, ഒഫീഷ്യൽ ഓർഡറാണ്, പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആള് കൂട്ടി ഈ ശ്രീരാമകൃഷ്ണ ഭക്തസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവല്ലയിൽ ആരംഭിക്കുന്നത്. പിന്നീട് അത് പുരോഗമിക്കുകയും അതല്ലാത്ത രീതിയിൽ അത് വളരുകയും ചെയ്യും. അത് വേറെ ചരിത്രം, അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് 1911 മദ്രാസിൽ നിന്ന് വന്ന ഈ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് തിരുവനന്തപുരത്തുള്ളവരും ഹരിപ്പാട്ടുള്ളവരും തിരുവല്ലയിലുള്ളവരും ഒക്കെ ഉള്ളവർ ഇത് ആലോചിച്ച് ഒരു വാർഷികം ആഘോഷിക്കണം, അത് ശ്രീരാമകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയും 11 ഇത് ആഘോഷിക്കാനായിട്ട് രാമകൃഷ്ണൻ സ്വാമിയെ തന്നെ സമീപിച്ചു. മദ്രാസ് രാമകൃഷ്ണൻ സ്വാമിയിൽ നിന്നാണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത്. രാമകൃഷ്ണൻ സ്വാമിയെ സമീപിച്ചപ്പോൾ രാമകൃഷ്ണൻ സ്വാമി വരാമെന്ന് ഏറ്റു. ഹരിപ്പാട്ടാണ് വാർഷികം ആഘോഷിക്കുന്നത്. ആദ്യമായിട്ട് ഹരിപ്പാട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമി സമ്മതിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ രാമകൃഷ്ണൻ സ്വാമിക്ക് വരാൻ പറ്റിയില്ല. അതിന് പകരം ഈ ആളുകളെ അറിയിച്ചു, എനിക്ക് പകരം എന്നേക്കാൾ ശക്തനായ മിടുക്കനായ ഒരു സന്യാസിയെ ഞാൻ അയക്കാം എന്ന് പറഞ്ഞാണ് നിർമ്മലാനന്ദ സ്വാമിയെ ഹരിപ്പാട്ടേക്ക് അയക്കുന്നത്. അത് പിന്നീടാണ് ആ ചരിത്രം തുടങ്ങുന്നത്. എന്തായാലും ആ വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1912 വീണ്ടും നിർമ്മലാനന്ദ സ്വാമി വന്നപ്പോഴാണ് ആശ്രമം സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. 12 ഹരിപ്പാട്ട് തറക്കല്ലിടാൻ തീരുമാനിക്കുന്നു. തിരുവല്ലയിലെ കുറേ ഭക്തന്മാർ തിരുവനന്തപുരത്ത് അന്ന് വന്നിട്ട് സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു, തിരുവല്ലയിലും വരണം, അവിടെയും തറക്കല്ലിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ വന്നവർക്ക് ആ സമയത്ത് ഒരു കാര്യം ഓർക്കണം, അവർക്ക് തറക്കല്ലിടാനുള്ള സ്ഥലമില്ല, തറക്കല്ലിടാനുള്ള യാതൊരു പദ്ധതിയില്ല. അത് വെറുതെ വാക്കാൽ പറഞ്ഞതാണ്, തറക്കല്ലിടണം. എന്തായാലും സ്വാമി ഹരിപ്പാട്ട് വരുന്നു, അവിടെ തറക്കല്ലിടുന്നു 12. തിരുവല്ലയിലേക്ക് വരുന്നു. ആ സമയത്ത് ഓടിപ്പിടച്ച് അവിടുത്തെ ഒരു പ്രായമുള്ള ഒരു ഭക്തനെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി ഏതായാലും തറക്കല്ലിടാനല്ലേ, ഞാൻ എൻ്റെ സ്ഥലം തറക്കല്ലിടാൻ തരാം എന്ന് പറഞ്ഞ് ആ സ്ഥലം തറക്കല്ലിടാൻ കൊടുക്കുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹരിപ്പാട്ട് ആശ്രമം നിർമ്മിക്കുന്നു. 1913 തന്നെ തിരുവല്ല ആശ്രമവും ഉണ്ടാകുന്നു. ഈ തിരുവല്ല ആശ്രമം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിലുണ്ടാകുന്ന വൈകാരികമായ ബന്ധം ആ 13 നിർമ്മിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അത് തലമുറയായി എൻ്റെ കൈവശമാ മന്ദിരവും സ്ഥലവും വന്നു ചേർന്നു. അതിൻ്റെ പ്രധാന കാരണം 13 അവിടെ നിർമ്മലാനന്ദ സ്വാമി ആശ്രമം സ്ഥാപിച്ച് പിന്നീട് 1929 ഇന്ന് കാണുന്ന തിരുവല്ലയിലെ തുകലശ്ശേരി ആ കുന്നിലേക്ക് ശ്രീരാമകൃഷ്ണാശ്രമം മാറുന്നു. 1930 തുകലശ്ശേരിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം ആശ്രമമായിട്ട് പ്രതിഷ്ഠ നടത്തി. അതാണ് ഇപ്പോഴുള്ള ആ ചരിത്രം വരുന്നത്, സെൻട്രൽ ട്രാവൻകൂറിൻ്റെ ചരിത്രം. ഇത് തന്നെ തിരുവനന്തപുരത്തും സംഭവിക്കും. തിരുവനന്തപുരത്തും 1915 ബ്രഹ്മാനന്ദ സ്വാമികൾ ഇവിടെ നെട്ടയം ആശ്രമത്തിൻ്റെ ഇവിടുത്തെ തറക്കല്ലിടുന്നു. പക്ഷേ പിന്നീട് പല പല തടസ്സങ്ങൾ കൊണ്ട് ബ്രഹ്മാനന്ദ സ്വാമികൾ സമാധിയായി. ഈ കെട്ടിടം ആർക്കിടെക്റ്റ് ഇത് പ്ലാൻ ചെയ്ത്, ഈ ഡിസൈൻ പ്ലാൻ ചെയ്ത, അത് മനോഹരമാണ്. ഈ പ്ലാനിങ്ങിനെ കുറിച്ച് ഈ ഋഷികേശ് മുഖർജിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഋഷികേശ് മുഖർജിയുടെ ഒരു കുറിപ്പിൽ പറയുന്നത്, ഇതിൻ്റെ പ്ലാനിങ് ആരംഭിക്കുന്നത് ആ പടിഞ്ഞാറ് വശത്തുള്ള ആ വർത്തുള വരാന്തയിൽ നിന്നാണ്. ഈ വർത്തുള വരാന്ത വളരെ അപൂർവമാണ്. ഈ ആർക്കിടെക്റ്റ് വർത്തുള വരാന്ത എന്നുള്ളത് വചനാമൃതം വായിക്കുന്ന നമുക്ക് മനസ്സിലാവും, വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ പടിഞ്ഞാറ് വശത്തുള്ളതാണ് വർത്തുള വരാന്ത. ആ വർത്തുള വരാന്തയുടെ രൂപമാണ് ഋഷികേശ് മുഖർജി ആദ്യം വരച്ചത്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്നാണ് അടുത്ത സ്ട്രക്ചർ ആഡ് ചെയ്യപ്പെട്ടത്. ഋഷികേശ് മുഖർജി കാളിപദ ഘോഷിൻ്റെ മകനാണോ എന്നുള്ള കാര്യത്തിൽ എവിടെയോ വായിച്ച പോലെ ഒരു ഓർമ്മ. കാളിപദ ഘോഷിൻ്റെ മകനാണോ ഋഷികേശ് മുഖർജി എന്നുള്ള
ഒരു സംശയമുണ്ട്. അത് എൻ്റെ എവിടെ വായിച്ചതാണ്, പൂർണ്ണമായും എനിക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എങ്കിലും കാളീപദ ഘോഷാണ് നമ്മുടെ നെട്ടയം ആശ്രമത്തിൻ്റെ ആദ്യത്തെ സംഘാടകൻ എന്ന് വേണമെങ്കിൽ പറയാം. കാളീപദ ഘോഷിനെ ഒട്ടുമിക്ക പേർക്കും വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയുക. കാളീപദ ഘോഷ് ഒരു മഹാമദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത പോലത്തെ മദ്യപാനം. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ മദ്യപാനം തുടങ്ങും. ബോധമറ്റാണ് വീഴുന്നത് രാത്രിയിൽ എപ്പോഴും. കാളീപദ ഘോഷിന് കൂട്ടുകാരുണ്ട് 2 പേര്. ഒന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷും മറ്റൊന്ന് സുരേന്ദ്രനാഥ മിത്രയും. 2 പേരും മദ്യപാനികളാണ്. ഈ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന വലിയ ഭക്തന്മാരാണ് ഇവർ. ഭഗവാൻ ഇതൊരിക്കലും ഒരു പ്രശ്നമായിരുന്നിട്ടില്ല. കാളീപദ ഘോഷ് ഈ മദ്യപിച്ച് മതോന്മത്തനായി എന്നൊക്കെ പറയുന്ന പോലെ ജീവിക്കുന്ന കാലത്ത് അയാളുടെ ഭാര്യ ആദ്യമായിട്ട് ഇതിനൊരു അറുതി വരണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഭഗവാൻ ദക്ഷിണേശ്വരത്ത് ഒരു മഹാ സന്യാസിയോ മഹാ ഈശ്വരീയ പുരുഷനുണ്ട് എന്നറിഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഭാര്യ ശ്രീരാമകൃഷ്ണദേവനെ വന്ന് കാണുകയാണ്. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അമിത മദ്യപാനിയാണ്. അപ്പോൾ ഭഗവാൻ അപ്പോൾ പറഞ്ഞു, എനിക്കതിന് പോകാൻ വഴിയില്ല, ശാരദാദേവിയുണ്ട്, അവിടെ പോയി കാണാൻ പറ്റും, നഖബത്തിൽ പോയി കാണാൻ പറ്റും. ഉടനെ ഈ സ്ത്രീ നഖബത്തിലുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റില്ല, ഭഗവാനെ പറ്റുള്ളൂ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ത്രീയെ, പാവം സ്ത്രീയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ഓടിച്ചുകൊണ്ടിരുന്നു. 1-2 ദിവസമല്ല, 20 വർഷം 20 വർഷമാണ് അവർ ഇതിനു വേണ്ടി ഭഗവാന്റെ അടുത്തും മാതൃദേവിയുടെ അടുത്തും മാറി മാറി ഓടി. 20 വർഷം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കാളീപദ ഘോഷിന് തോന്നുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ഭ്രാന്താണ്, കുറേ കാലമായല്ലോ ഈ പരിപാടിയും പറഞ്ഞു പോകുന്നത്, എവിടെയോ ഒരു ഈശ്വരതുല്യൻ എന്ന് പറഞ്ഞു, എന്നാലൊന്ന് കണ്ടേക്കാം. അങ്ങനെയാണ് 20 കൊല്ലങ്ങൾക്ക് ശേഷം കാളീപദ ഘോഷ് ഭഗവാനെ കാണാൻ വരുന്നു. ആദ്യത്തെ ചോദ്യം, കിട്ടുമോ? ഇങ്ങനെ കൈ കാണിച്ച് നമ്മുടെ മദ്യപാനികളുടെ ഭാഷയിലാണ് ചോദിച്ചത്. വീര്യം കൂടിയ വല്ലതും കിട്ടുമോ, ഇവിടെ ചാരായം കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചാരായമില്ല, പക്ഷെ അതിനേക്കാൾ വീര്യമുള്ളത് കിട്ടും, ഞാൻ തരാമെന്ന്. അപ്പോൾ ഫോറിൻ ലിക്വർ ആയിരിക്കും. സന്തോഷമായി. അന്നാണ് കാളീപദ ഘോഷ് ഭഗവാന്റെ ആ പ്രഭാവലയത്തിനകത്തേക്ക് വരുന്നതും പിന്നീട് ഭഗവാന്റെ വലിയ ഭക്തനായി മാറുകയും ചെയ്തു. കാളീപദ ഘോഷ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ഫാർമസ്യൂട്ടിക്കൽ പോലുള്ളൊരു കമ്പനിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ജനറൽ മാനേജരായി തൻ്റെ ഔദ്യോഗിക തലത്തിൽ വരികയാണ് പിന്നീട്. അതിൻ്റെ ഭാഗമായി അവരുടെ ബ്രാഞ്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കാളീപദ ഘോഷ് തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ സ്വാമിജി തിരുവനന്തപുരത്ത് വരുമ്പോൾ കാളീപദ ഘോഷും തിരുവനന്തപുരത്ത് വരും. യഥാർത്ഥത്തിൽ കാളീപദ ഘോഷിന് മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ രാജകൊട്ടാരവുമായിട്ട് ബന്ധവുമുണ്ടായിരുന്നു. അതുകൊണ്ട് കാളീപദ ഘോഷാണ് സ്വാമിജിയെക്കുറിച്ചുള്ള വിവരം മൂലം തിരുനാളിനെ അറിയിക്കുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നീട് വന്നൊരു വായനയിൽ നിന്ന് എവിടെയോ വായിച്ചു മറന്നുപോയതാണ്, എനിക്ക് വ്യക്തതയില്ലാതെ പോയി. എവിടെയോ ഒരിക്കൽ വായിച്ചത് ഓർമ്മ, അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഈ ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ആ മകനാണ് പിന്നീട് ഋഷികേശ് മുഖർജി. പക്ഷേ ഈ കാളീപദ ഘോഷും മുഖർജിയും തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് രണ്ടും 2 സർനെയിംസാണ്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയമുള്ളൂ. ഏതായാലും എവിടെയോ വായിച്ചു പോയി, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് മകനാണോ അല്ലയോ അത് വിഷയമല്ല. പക്ഷേ ഋഷികേശ് മുഖർജി ഈ നെട്ടയം ആശ്രമത്തിൻ്റെ ആർക്കിടെക്റ്റായിരുന്നു. അദ്ദേഹമാണ് ഈ തരത്തിൽ വർത്തുള വരാന്തയിൽ നിന്ന് തുടങ്ങി ഭഗവാന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന തരത്തിൽ ഈ മന്ദിരത്തിന് പ്ലാൻ ചെയ്യുകയും ഇതിന് രൂപരേഖ വരയ്ക്കുകയും ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ ബ്രഹ്മാൻ സ്വാമി സമാധിയായതിൻ്റെ അടുത്ത വർഷം ഋഷികേശ് മുഖർജിയും സമാധിയായി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1924 നിർമ്മലാനന്ദ സ്വാമി ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്നത്. ബ്രഹ്മാനന്ദ സ്വാമിയുടെ ഒരു ചിത്രവും വെച്ചു. അങ്ങനെയാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ വാർഷികത്തിൽ വന്നിരിക്കാനും വീണ്ടും അത് ഓർമ്മിക്കാനും കിട്ടുന്ന ഭഗവാന്റെ ഒരു വലിയ കൃപയാണ്. ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ ഒരിക്കലും ഈ രാമകൃഷ്ണ ചരിത്രത്തിലേക്ക് പുതിയ തലമുറ എത്തി നോക്കുന്നില്ല എന്നുള്ള വലിയ പരാതി എനിക്കുണ്ട്. അതുകൂടെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് രാമകൃഷ്ണ ലിറ്ററേച്ചർ നമുക്ക് പൂർണ്ണമായി ബോധ്യം വരും. 33ഓളം വരുന്ന ഗൃഹസ്ഥ ഭക്തന്മാർ, 16
അന്തരംഗ ശിഷ്യന്മാർ. ഇത്രയൊക്കെ ഉള്ളൂ. കൈവിരലിൽ എണ്ണിയാൽ 50 പേരിൽ താഴെ വരുന്നവരാണ് രാമകൃഷ്ണ പ്രസ്ഥാനമാകുന്ന മഹാസാമ്രാജ്യത്തെ ഈ ലോകം മുഴുവൻ നയിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ കഥയും നമ്മൾ വായിക്കേണ്ടതാണ്, ലഭ്യമാണ്. ഓരോരുത്തരുടെയും കഥ നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. അത് വേറൊരവസരത്തിൽ അതെല്ലാം വായിക്കാനും ഉണ്ടാകാനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ എന്ന് തൽക്കാലം പറയുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ 1915 ഇതിൻ്റെ തറക്കല്ലിടൽ നടന്നതെന്ന് പറയുന്നു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ആകെ പ്രവർത്തനം നടന്ന 5 കൊല്ലമാണ്. 1911 മുതൽ 15 വരെ, അത്രയേ ഉള്ളൂ. ഇതിനകം നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് അതിൻ്റെ മന്ദിരങ്ങളായി രൂപപ്പെട്ടതും അതിൻ്റെ പുനർപ്രവർത്തനങ്ങൾ നടന്നതൊക്കെ അതിനുശേഷം. പക്ഷെ ഈ ആദ്യത്തെ 5 കൊല്ലമാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. വേരുറപ്പിച്ചത് ആദ്യത്തെ ഈ 11 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഞാൻ അതിൻ്റെ ഇനി വരുന്നത് ഈ ഗീതയിലേക്ക് ഉള്ള ആ പ്രവേശമാണ്. ശ്രീരാമകൃഷ്ണ ഗീതയെക്കുറിച്ച് പറയാനുള്ളതാണ്. അതേക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇത് ഒരു നെട്ടയാശ്രമത്തെക്കുറിച്ച് പറയും. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ 1915 ഇതിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അന്ന് പ്രസിഡന്റ് രാമൻ തമ്പി, അന്ന് ഇതിൻ്റെ പ്രസിഡന്റ് രാമൻ തമ്പിയായിരുന്നു. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് ഈ ശ്രീരാമകൃഷ്ണ ഈ ആശ്രമം നിർമ്മിക്കണമെന്നുള്ളൊരു സംഘടന അതിൻ്റെ സൊസൈറ്റി രൂപീകരിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞ് നിർമ്മലാനന്ദ സ്വാമി കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തികം വേണം. ഇവിടെ നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞു ഒരു വെള്ള പേപ്പർ ഇങ്ങോട്ട് എടുത്താട്ടെ എന്ന്. അങ്ങനെ പ്രസിഡന്റ് രാമൻ തമ്പി ഒരു വെള്ള പേപ്പർ കൊടുക്കുന്നു. അതിൻ്റെ ആദ്യത്തിൽ നിർമ്മലാനന്ദ സ്വാമി എഴുതുന്നു നിർമ്മലാനന്ദ എന്ന് എഴുതിയിട്ട് 1 രൂപ എന്നെഴുതി. അതിന് തുടക്കത്തിൽ ഓം ശ്രീരാമകൃഷ്ണായ നമ എന്നെഴുതിയിട്ട് നിർമ്മലാനന്ദ 1 രൂപ എന്നെഴുതി. പിന്നീട് ഇതിനെ ആഡ് ചെയ്തോളാൻ പറയും സംഭാവനകൾ. ഇതായിരുന്നു ആദ്യത്തെ തുടക്കം. അങ്ങനെയാണ് ഇത് പിന്നീട് ഈ ആശ്രമത്തിൻ്റെ പൂർണ്ണ രൂപം വന്നത് എന്നുള്ളതും കൂടെ ഞാൻ ആ സന്ദർഭത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഓർത്തതാണ്. ഈ 15 വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ 1900 ആയല്ലേ, ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സമയക്രമത്തിന് വലിയൊരു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അപ്പോൾ ഞാൻ അജിത്തിനോട് പറഞ്ഞിരുന്നു എപ്പോഴാണെങ്കിലും കൈയൊന്ന് പൊക്കി വെക്കണമെന്ന് പറഞ്ഞു. അവിടെ നിർത്താം, എവിടെ നിർത്തിയാലും കുഴപ്പമില്ല, ഭജനാമൃതം പോലെയാണ്, എവിടെ വേണമെങ്കിൽ നമുക്കിത് പറഞ്ഞു നിർത്താം, അത് പൂർണ്ണമാണ് എന്ന് പറയും. എന്നാലും 2 വരികളെ ഞാൻ പറയാം, സമയമായതുകൊണ്ട്, ഹോമത്തിൻ്റെ സമയമായി. 1919 നിർമ്മലാനന്ദ സ്വാമി മഹാകവി കുട്ടമത്തുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അവിടെ വച്ചാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഭഗവാനോടുള്ള ആ ഭക്തി കുട്ടമത്തിനുണ്ടാകുന്നതും. 1930 തൻ്റെ 50ാമത്തെ വയസ്സിൽ ഗീത, ശ്രീരാമകൃഷ്ണ ഗീത എഴുതുന്നത് 50ാമത്തെ വയസ്സിലാണ്. ഇതാണ് 1939 തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ കഥ ഞാൻ പിന്നീട് പറഞ്ഞത്. ഏതായാലും ഈ ഗീതയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടമത്തിൻ്റെ ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. കുട്ടമത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നാടകം കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. ബാലഗോപാലൻ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. 1930 ഈ നാടകവും എഴുതിയത്. ഈ നാടകത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടതാണ്. ഈ നാടകം ഗോപാലൻ സ്വാമി വളരെ നിർബന്ധം പിടിച്ച് ഞങ്ങളത് നാടകമായി അവതരിപ്പിക്കുകയുണ്ടായി. കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് അവതരിപ്പിച്ചു. ഈ നാടകത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാരണം, നമ്മൾ കേരളം രൂപീകൃതമാകുകയും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികളിൽ നാടകത്തിനുണ്ടായ വലിയ ഒരു പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധമാണ്. പ്രത്യേകിച്ച് നാടകങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഈ നാടകങ്ങളാണ് പിന്നീട് രാഷ്ട്രീയ ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയായിട്ട് വന്നത്. ഇത് 1930 തിരിച്ചറിഞ്ഞ ഒരാളാണ് മഹാകവി കുട്ടമത്ത്. അങ്ങനെയാണ് ബാലഗോപാൽ എന്ന നാടകം എഴുതിയത്. ഒരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നാടകം എഴുതിയത്. ഈ നാടകത്തിൻ്റെ ഉള്ളടക്കം, അന്നത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത്, നമ്മൾ പിന്നീട് ഈ പുരോഗമന കാലം വന്നപ്പോഴെല്ലാം പറയുന്നു ഇല്ലാത്തവന് വേണ്ടി ഉള്ള ശ്രമം. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഹിത, ഇല്ലാത്തവർക്ക് വേണ്ടി എന്നുള്ളതാണ് ആദ്യത്തെ ടാഗ് ലൈൻ. ഇത് തന്നെയായിരുന്നു കുട്ടമത്തും അവതരിപ്പിച്ച ആദ്യത്തെ ടാഗ് ലൈൻ, ഇല്ലാത്തവർക്ക് വേണ്ടി. പക്ഷെ ഇല്ലാത്തവർക്ക് വേണ്ടി ആരാണ് തുണ എന്ന് പറഞ്ഞത്? കുട്ടമത്ത് പറഞ്ഞു അത് ഈശ്വരനാണ് തുണ. ഇല്ലാത്തവർക്ക് ഈശ്വരനാണ് തുണ. അന്നത്തെ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി
അവർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ് തുണ എന്നുള്ള ആ സന്ദേശം അന്നത്തെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാലഗോപാലൻ എന്ന നാടകം അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്നത്. ആ നാടകത്തെ ഒരു വരിയിൽ ഞാൻ അതിൻ്റെ ഒരു ഇത് പറയാം. ബാലഗോപാലൻ എന്ന് പറയുന്ന കുട്ടിക്ക് കാട്ടിലൂടെ പോയി പഠിക്കേണ്ടി വരുന്നു കുട്ടിക്കാലത്ത്. ആ കാട്ടിലൂടെ പഠിക്കാൻ പോകുമ്പോൾ പേടിയാണ് കാട്ടിൽ കൂടെ പോകാൻ. അപ്പം അമ്മയും ആ കുഞ്ഞും മാത്രമേ ഉള്ളൂ, അച്ഛനില്ലാത്ത കുട്ടിയാണ്. അപ്പം അമ്മ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഉപായം, നീ കാട്ടിലൂടെ പോകുമ്പോൾ നീ പേടിക്കണ്ട, നിന്റെ ഗോപാലൻ ചേട്ടൻ ആ കാട്ടിലുണ്ട്, ഗോപാലൻ ചേട്ടനെ വിളിച്ചാൽ മതി, ഗോപാലൻ ചേട്ടൻ നിനക്ക് വേണ്ട സഹായം ചെയ്തു തരും. ഇങ്ങനെ ഈ കുട്ടി, ബാലഗോപാൽ എന്ന് പറഞ്ഞ കുട്ടി കാട്ടിലൂടെ പോയിട്ട് കാടിൻ്റെ നടുക്കെത്തുമ്പോൾ ഗോപാലൻ ചേട്ടാന്ന് വിളിക്കും. അപ്പം ഗോപാലൻ ചേട്ടൻ വിളി കേൾക്കും. ആ ധൈര്യത്തിൽ ഇയാൾ സ്കൂളിൽ പോകും. തിരിച്ചും ഇങ്ങോട്ട് വരുമ്പോൾ ഗോപാലൻ ചേട്ടാന്ന് വിളിക്കും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാണ്, ഗോപാലൻ ചേട്ടനാണ് എന്നെ അവിടെ കാട്ടിൽ കൊണ്ടുവിടുന്നത്, എനിക്ക് സഹായമാണ്. അമ്മ ഞെട്ടിപ്പോയി. അമ്മ വെറുതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പടം വെച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണത്. ഈ കുട്ടി അത് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആ ഗോപാലൻ ചേട്ടനെ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളത്. പക്ഷെ കുട്ടിക്കറിയില്ല ഇത് ഭഗവാന്റെ പേരാണെന്നൊന്നും കുട്ടിക്കറിയില്ല. അങ്ങനെ ഗോപാലൻ ചേട്ടനെ എനിക്ക് നേരിട്ട് കാണണം എന്നുള്ള ആ കുട്ടിയുടെ വാശിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ കളിക്കുന്നുണ്ട്. ഭഗവാന്റെ മാലകളൊക്കെ എടുത്ത് ഈ ബാലഗോപാലൻ ആ മാലയിലൊക്കെ പിടിച്ച് വലിക്കുന്നു, തിരുമുടിയിൽ പിടിച്ച് വലിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള വലിയൊരു കളി തന്നെയുണ്ട്. ഇതെല്ലാം നാടകീയമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഈശ്വരനെ പ്രാപിക്കുന്നവർക്ക് എല്ലാ തുണയും ഈശ്വരൻ നൽകുമെന്നുള്ള ആ പാഠം അന്നത്തെ കർഷക തൊഴിലാളികളെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ബോധ്യപ്പെടുത്താനാണ് കുട്ടമത്ത് ഈ നാടകം എഴുതിയുണ്ടാകും. വലിയ പ്രചാരമായിരുന്നു ഈ നാടകത്തിന്. കേരളത്തിലെ മുഴുവൻ കർഷക ഈ തൊഴിൽ മേഖലകളിലും പാടങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി ആദ്യം അവതരിപ്പിക്കപ്പെടുന്ന നാടകം ബാലഗോപാലനായിരുന്നു. അപ്പം ഈശ്വരീയമായൊരു പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ ഈ പാടശേഖരങ്ങളിൽ ഉയർന്നു വന്നതിന് കുട്ടമത്തിനെ പോലുള്ളൊരു കവിക്ക് വലിയൊരു പ്രാധാന്യം. ഈ ചരിത്രമാണ് കുട്ടമത്തിനെ പ്രസക്തനാക്കുന്നതും. ഈ ഭക്തിയാണ്, ശ്രീരാമകൃഷ്ണ ഭക്തിയാണ് കുട്ടമത്തിനെ ഓർക്കാൻ ഇന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ്, വായിക്കണം, അതിൻ്റെ ചരിത്രം ബോധ്യപ്പെടണം. ശ്രീരാമകൃഷ്ണ ഭക്തരായ 33 പേരുടെയും ചരിത്രം നമ്മൾ പഠിക്കണം. 16 അന്തരംഗ ശിഷ്യരെയും പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമ്മെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകൂ. അതുമാത്രമാണ് ഈ ജീവിതം തരണം ചെയ്യാൻ നമുക്കുള്ള ഏക മാർഗമെന്ന് അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അതിനെന്നെ സഹായിച്ച, എന്നെ ആ വഴി തെളിച്ച എല്ലാ ശ്രീരാമകൃഷ്ണ സന്യാസി വര്യന്മാർ ഇവിടെ എല്ലാവരും, എനിക്ക് ഗോലവാൻ സ്വാമി ഇരിക്കുന്നുണ്ട്, മോക്ഷപ്രധാൻ സ്വാമി ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ എൻ്റെ മുന്നിലിരിക്കും. അപ്പോൾ ഈ തരത്തിൽ എല്ലാവരുടെയും കാൽ അടികളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം ഞാനിവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.